ഹലോ മക്കളെ, നമ്മൾ ഇക്വിലിബ്രിയം ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ലോ ഓഫ് മാസ് ആക്ഷൻ, അതിനെ ബേസ് ചെയ്ത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്, കോൺസെൻട്രേഷൻ്റെ ടേമിലും പ്രഷറിൻ്റെ ടേമിലും ഒക്കെ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തു. അതിനെ ബേസ് ചെയ്തുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയ ഒരു ടോപ്പിക്കാണ്, ഇക്വിലിബ്രിയത്തിൻ്റെ തന്നെ പുതിയൊരു ടോപ്പിക്കാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഇനി അങ്ങോട്ടേക്ക് +1 +2 കാലയളവ് തീരുന്നത് വരെ നമ്മൾ മിക്കവാറും കേൾക്കുന്ന ഒരു ടേമാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. അതായത് ഒരു റിയാക്ഷൻ നടക്കുകയാണ്, എ റിവേഴ്സിബിളി ബി ഗീവ്സ് ബി. ഇനിഷ്യലി നമുക്കറിയാം റിയാക്റ്റൻ്റ് മാത്രമേ ഉള്ളൂ, പ്രോഡക്റ്റ് ഒട്ടുമേ ഇല്ല. ദാറ്റ് മീൻസ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റിനെ നമ്മൾ AN എടുത്തു. ആ സമയത്ത് ബിയുടെ കോൺസെൻട്രേഷൻ എന്താണ്? 0 ആണ്. സമയം കഴിയുന്നതിനനുസരിച്ച് എയുടെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുക? കുറഞ്ഞുകൊണ്ടിരിക്കുക. എത്രത്തോളം കുറയുന്നു, എത്രത്തോളം അതിൽ നിന്നും പോകുന്നു. ദാ എ ഉണ്ടായിരുന്നു, ഇക്വിലിബ്രിയത്തിൽ നോക്കിയപ്പോൾ എ ഉണ്ടോ? ഇല്ല. എയിൽ നിന്നും എക്സ് പോയി, എത്രയോ പോയി. അതിനുശേഷം എത്രയുണ്ടോ അതാണ് ഇപ്പോഴത്തെ നമ്മുടെ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ. എയിൽ നിന്നും എക്സ് പോയാൽ എക്സ് ബി ഇവിടെ ഉണ്ടാകുമല്ലേ? എയിൽ നിന്ന് എക്സ് പോയാൽ എക്സ് ബി ഉണ്ടാകുകയാണ്. അപ്പോൾ എത്രത്തോളം മോളിക്യൂൾസ് അല്ലെങ്കിൽ എന്തുമാത്രം റിയാക്റ്റൻസ് ഡിസോസിയേറ്റ് ചെയ്തു, അതിനെ വിളിക്കുന്ന പേരാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആൽഫ എന്ന ടേം ഉപയോഗിച്ചിട്ടാണ്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ എന്ന് പറയുന്നത് എക്സ് ഡിവൈഡഡ് ബൈ എ ആണ്. ദാറ്റ് മീൻസ് ഈ എത്രമാത്രം മോൾസ് ഡിസോസിയേറ്റ് ചെയ്തു പോയി, അതിനെയാണ് എക്സ് എന്ന് വിളിക്കുന്നത്. ഡിവൈഡഡ് ബൈ ഇനിഷ്യലി എത്ര മോൾസ് ഉണ്ടായിരുന്നു, ഇതിനെയാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ എന്ന് വിളിക്കുന്നത്. ഡിസോസിയേറ്റ് ചെയ്ത മോളുകളുടെ എണ്ണത്തെ ഇനിഷ്യലി എത്ര മോളുകൾ ഉണ്ടായിരുന്നോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനമാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആൽഫയാണ്. ആൽഫ ഈസ് ഈക്വൽ ടു x/a ആണ്. ഡിസോസിയേറ്റ് ചെയ്ത് പോയതിനെ ടോട്ടൽ കൊണ്ട് നേരത്തെ എത്ര ഉണ്ടായിരുന്നോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കിട്ടും. ഇനി പെർസെൻറ്റേജ് ഓഫ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണെങ്കിലോ, ഈ ഡിഗ്രി ഓഫ് എത്രമാത്രം ഡിസോസിയേറ്റ് ചെയ്തു അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇതെന്ന് പറയുന്നത് എത്ര ഡിസോസിയേറ്റ് ചെയ്തു എക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര ഉണ്ടായിരുന്നു അതേ ഇൻറ്റു 100. ഇതാണ് പെർസെൻറ്റേജ് ഓഫ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ക്ലിയർ ആയോ? ഓക്കെ. അടുത്തത് ആപ്ലിക്കേഷൻസ് ഓഫ് ലോ ഓഫ് മാസ് ആക്ഷൻ. നമുക്ക് ലോ ഓഫ് മാസ് ആക്ഷൻ അറിയാം. ഇക്വിലിബ്രിയത്തിൽ ഒരു സിസ്റ്റം ഇരിക്കുകയാണ്. ഇതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ റേഷ്യോ, അതായത് ലോ ഓഫ് മാസ് ആക്ഷൻ പറയുന്നു ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് Kc എന്ന് പറയുന്നത് രണ്ട് പേര് തമ്മിലുള്ള റേഷ്യോ ആണ്. ആരൊക്കെയാ? പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനും റിയാക്റ്റൻറ്റുകളുടെ കോൺസെൻട്രേഷനും തമ്മിലുള്ള റേഷ്യോ ആണ് എന്നാണ് ആര് പറയുന്നത്? ലോ ഓഫ് മാസ് ആക്ഷൻ പറയുന്നത്. ഓക്കെ ആണല്ലോ. ലോ ഓഫ് മാസ് ആക്ഷൻ്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ്? ആദ്യം നോക്കാം. ഹോമോജീനിയസ് ഗേഷ്യസ് റിയാക്ഷൻ ഓഫ് ടൈപ്പ് 1 Δn ഗ്യാസ് ഈസ് ഈക്വൽ ടു 0. ലോ ഓഫ് മാസ് ആക്ഷൻ എവിടെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അതിൽ ആദ്യത്തെ നോക്കുക. H2 ഗ്യാസ് പ്ലസ് I2 ഗ്യാസ് റിവേഴ്സിബിളി ഗീവ്സ് 2HI ഗ്യാസ്. നമ്മൾ എന്താണ് ഹോമോജീനിയസ് റിയാക്ഷൻ എന്നും എന്താണ് ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയം എന്നൊക്കെ പഠിച്ചു. ഉള്ള റിയാക്റ്റൻസും പ്രോഡക്റ്റും എല്ലാം ഒരേ സ്റ്റേറ്റിലാണെങ്കിൽ ആ ഇക്വിലിബ്രിയത്തെ വിളിക്കുന്നു ഹോമോജീനിയസ് ഇക്വിലിബ്രിയം എന്ന്. ആരെങ്കിലും ഒരാളെങ്കിലും ഡിഫറൻറ്റ് സ്റ്റേറ്റിലാണെങ്കിൽ അതിനെ വിളിക്കാം ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയം എന്ന്. നമ്മുടെ ലോ ഓഫ് മാസ് ആക്ഷൻ ഹോമോജീനിയസ് ഇക്വിലിബ്രിയത്തിൽ ആപ്ലിക്കബിൾ ആണ്. ലോ ഓഫ് മാസ് ആക്ഷൻ്റെ ആപ്ലിക്കേഷൻ ഹോമോജീനിയസ് ഇക്വിലിബ്രിയത്തിലുണ്ട്. ഹോമോജീനിയസ് ഇക്വിലിബ്രിയത്തിലെ ആദ്യത്തെ ടൈപ്പാണ് Δn ഗ്യാസ് ഈസ് ഈക്വൽ ടു 0. എന്താ Δn എന്ന് പറഞ്ഞാൽ? Δn എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് ഗേഷ്യസ് റിയാക്റ്റൻസ് ആണ്. പ്രോഡക്റ്റ് എത്രയുണ്ടോ
അതിൽ നിന്നും ഗേഷ്യസ് റിയാക്റ്റൻറ്റ് മൈനസ് ചെയ്യുക. അതിനെയാണ് ഡെൽറ്റ എൻ എന്ന് വിളിക്കുന്നത്. ഈ അടുത്ത ഇക്വേഷനിൽ 1 മോൾ ഓഫ് H2 1 മോൾ ഓഫ് അയഡിനുമായിട്ട് റിയാക്ട് ചെയ്ത് 2 മോൾ ഹൈഡ്രജൻ അയഡൈഡ് ഉണ്ടായി. ഇവിടുത്തെ ഡെൽറ്റ എൻ എന്ന് പറയുന്നത്, ഡെൽറ്റ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് ഹൈഡ്രജൻ അയഡൈഡ് ആണ്. അവിടുത്തെ നമ്പർ ഓഫ് മോൾസ് 2 മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻറ്റ്, ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻസ്. ഇവിടുത്തെ റിയാക്റ്റൻറ്റ് 1, ഇവിടുത്തെ റിയാക്റ്റൻറ്റിൻ്റെ മോള് 1. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻറ്റ് എത്രയാ? 2 ആണ്. അപ്പോൾ ഡെൽറ്റ എൻ ഈസ് ഈക്വൽ ടു 2 മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഹെഡിങ് പറഞ്ഞിരിക്കുന്നത്. ഹോമോജീനിയസ് ഗേഷ്യസ് റിയാക്ഷനിൽ ലോ ഓഫ് മാസ് ആക്ഷൻ ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ഹോമോജീനിയസ് ഗേഷ്യസ് റിയാക്ഷൻ്റെ കണ്ടീഷൻ ഡെൽറ്റ എൻ 0 ആണ്. എന്നാ നോക്കാം, നമ്മൾ KC ഒരു എക്സ്പ്രഷൻ എഴുതാൻ പോവാം. നോക്കിക്കോണേ, ആദ്യമേ നമ്മുടെ ഹൈഡ്രജൻ അയഡൈഡ് ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. ആ ഹൈഡ്രജൻ്റെ നമ്പർ ഓഫ് മോൾസിനെ ഞാൻ A എന്നെടുത്തു. ആ സമയത്തുള്ള അയഡിൻ്റെ നമ്പർ ഓഫ് മോൾസ് B ആണ്. ഹൈഡ്രജനും അയഡിനും മാത്രമായിട്ട് നിൽക്കുകയാണ്, റിയാക്ഷൻ തുടങ്ങിയില്ല. അപ്പോൾ ഹൈഡ്രജൻ അയഡൈഡ് ഇല്ല, അതിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? 0 ആണ്. ഓക്കെ, ഇനി റിയാക്ഷൻ തുടങ്ങി, ഇക്വിലിബ്രിയത്തിലെത്തി. അപ്പോൾ A മോൾസ് ഓഫ് ഹൈഡ്രജൻ ഉണ്ടോ? ഇല്ല. Aയിൽ നിന്നും X പോയി, അതിന് ശേഷമുള്ളതല്ലേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്ത് ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പോൾ ഇവിടുത്തെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് A ഉണ്ടോ? ഇല്ല, A മൈനസ് X ഉള്ളൂ. അതേപോലെ നേരത്തെ B ഉണ്ടായിരുന്നു, Bയിൽ നിന്നും X പോയി, ഇപ്പോൾ എത്രയേ ഉള്ളൂ? B മൈനസ് X ഉള്ളൂ. ഇവിടെ നിന്ന് X പോയി, ഇവിടെ നിന്ന് X പോയി. ഇവിടെ ഹൈഡ്രജൻ അയഡൈഡ് പോയ X ഉണ്ടാവണം. എത്ര X ഉണ്ടാവണം? 2x ഉണ്ടാകണം അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഇക്വിലിബ്രിയത്തിലുള്ള ഹൈഡ്രജൻ്റെ മോൾസ് A മൈനസ് X ആണ്, അയഡിൻ്റെ മോള് B മൈനസ് X ആണ്. ആ സമയത്തുള്ള ഹൈഡ്രജൻ അയഡൈഡിൻ്റെ മോൾ എന്ന് പറയുന്നത് 2x ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് KC ഇക്വേഷൻ എഴുതാൻ പോവാണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് KC ഈസ് ഈക്വൽ ടു, ഈ ഇക്വേഷൻ വെച്ച് പറഞ്ഞു, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻറ്റ്. ഇവിടുത്തെ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ആരാ? ഹൈഡ്രജൻ അയഡൈഡിൻ്റെ കോൺസെൻട്രേഷൻ. നമ്മൾ പറഞ്ഞു ഓരോ കോൺസെൻട്രേഷനും പവർ ഉണ്ട്, അത് അതിൻ്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് ആണ്. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് ഹൈഡ്രജൻ അയഡൈഡ് ആണ്, നമ്മളതിൻ്റെ കോൺസെൻട്രേഷൻ എഴുതി. അതിൻ്റെ പവർ ഉണ്ട്, അത് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് ആണ്, ഹൈഡ്രജൻ അയഡൈഡിൻ്റെ സ്ക്വയർ. ഡിവൈഡഡ് ബൈ ഹൈഡ്രജൻ്റെ കോൺസെൻട്രേഷൻ ഇൻറ്റു അയഡിൻ്റെ കോൺസെൻട്രേഷൻ. ഇതല്ലേ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് KCയുടെ ഇക്വേഷൻ. ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജനും നമ്പർ ഓഫ് മോൾസ് ഓഫ് അയഡിനും നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ അയഡൈഡും നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് ഈച്ച് ടൈം കണ്ടുപിടിക്കണം. കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ്. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് H2 എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയത്തിലുള്ള ഹൈഡ്രജൻ്റെ നമ്പർ ഓഫ് മോൾസ് അതെത്രയാ? A മൈനസ് X ആണ്. സോ A മൈനസ് X ഡിവൈഡഡ് ബൈ വോളിയം. ഇതല്ലേ കോൺസെൻട്രേഷൻ? നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ് കോൺസെൻട്രേഷൻ. അടുത്ത കോൺസെൻട്രേഷൻ ഓഫ് അയഡിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് അയഡിൻ ദാറ്റ് ഈസ് B മൈനസ് X ഡിവൈഡഡ് ബൈ വോളിയം ആണ്. ദെൻ ഹൈഡ്രജൻ അയഡൈഡിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 2x ഡിവൈഡഡ് ബൈ വോളിയം ആണ്. ഇത് ആരുടെ കോൺസെൻട്രേഷനാണ്? ഹൈഡ്രജൻ അയഡൈഡിൻ്റെ കോൺസെൻട്രേഷനാണ്. അപ്പോൾ ഈ ഓരോ കോൺസെൻട്രേഷൻ ടേമിൻ്റെയും വാല്യൂസ് ഈ ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യാം. ദെർഫോർ KC ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് HIയുടെ സ്ക്വയർ. കോൺസെൻട്രേഷൻ ഓഫ് HI എത്രയാ? 2x ഡിവൈഡഡ് ബൈ V ആണ്, അതിൻ്റെ സ്ക്വയർ. അതല്ലേ കോൺസെൻട്രേഷൻ HI എന്ന് പറയുന്നത്, അതിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് H2 എത്രയാണ്? A മൈനസ് X ഡിവൈഡഡ് ബൈ V ആണ്. ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് അയഡിൻ എന്ന് പറയുന്നത് B മൈനസ് X ഡിവൈഡഡ് ബൈ V ആണ്. ഓക്കെ ആണോ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2x സ്ക്വയർ. അതായത് 2x സ്ക്വയർ എന്ന് പറയുമ്പോൾ 2x ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് 4x സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇവിടെ വിയുടെ സ്ക്വയർ വരും. ഇവിടെയും V ഇൻറ്റു V സ്ക്വയർ അല്ലേ? അപ്പോൾ മുകളിലത്തെ V സ്ക്വയറും ഇവിടുത്തെ V സ്ക്വയറും കൂടെ ക്യാൻസൽ ആവും. ആസ് എ റിസൾട്ട് 4x സ്ക്വയർ ഡിവൈഡഡ് ബൈ A മൈനസ് X ഇൻറ്റു B മൈനസ് X എന്ന് വരത്തില്ലേ?
എ മൈനസ് എക്സ് ഇൻറ്റു ബി മൈനസ് എക്സ്. ഇനി നമ്മുടെ ഇക്വേഷനിൽ എ 1 ആണ്, ബി 1 ആണെന്ന് വിചാരിക്കുക. എ ഈസ് ഈക്വൽ ടു ബി ഈസ് ഈക്വൽ ടു 1 ആണ്. അങ്ങനെയാണെങ്കിൽ എക്ക് പകരം 1 എന്ന് കൊടുക്കും. 1 മൈനസ് എക്സ്, ബിക്ക് പകരം 1 മൈനസ് എക്സ്. ദാറ്റ് ഈസ് കെ സി ഈസ് ഈക്വൽ ടു 4x² ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ്, 1 മൈനസ് എക്സിൻ്റെ സ്ക്വയർ. 1 മൈനസ് എക്സിൻ്റെ സ്ക്വയർ ആണ് അല്ലേ. 4x² ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സിൻ്റെ സ്ക്വയർ ആണ്. ഇനി പറയാണ് എക്സ് എന്ന് പറയുന്നത് ഒരുപാട് ചെറുതാണ് ഒന്നിനേക്കാളെങ്കിൽ, ദാ ഈ എക്സ് ഒന്നിനേക്കാൾ ഒരുപാട് ചെറുതാണെങ്കിൽ 1 മൈനസ് എക്സ് എന്ന് പറയുന്ന സാധനം 1 മൈനസ് എക്സ് എന്ന് പറയുന്ന സാധനം 1 ആയിട്ട് മാറത്തില്ലേ? 1 മൈനസ് എക്സ് എന്ന് പറയുന്ന സാധനം എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ദാ എക്സ് എന്ന് പറയുന്നത് ഒന്നിനേക്കാൾ ഒരുപാട് ചെറുതാണ്. അപ്പോൾ എക്സിനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. ആസ് എ റിസൾട്ട് കെ സി എന്ന് പറയുന്നത് എന്തായിട്ട് വരും? 4x² ആയിട്ട് വരത്തില്ലേ? കെ സി എന്ന് പറയുന്നത് 4x² ആണ്. അങ്ങനെയാണെങ്കിൽ x² എന്ന് പറയുന്നത് കെ സി ഡിവൈഡഡ് ബൈ 4 അല്ലേ? കെ സി ഡിവൈഡഡ് ബൈ 4 ആണ്. അതായത് x² ഇവിടെ ഇടുക, കെ സി എവിടെ ഉണ്ട്? 4നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. എന്തെന്ന് വരും? കെ സി ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. ഇതാ നോക്കിയേ, നമ്മൾ ആൽഫ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ എ എന്നല്ലേ പഠിച്ചേ അല്ലേ? എയുടെ വാല്യൂ 1 ആണെന്നാണ് നമ്മളിവിടെ എടുത്തത് അല്ലേ? എയുടെ വാല്യൂ, എയുടെയും ബിയുടെയും വാല്യൂ 1 എന്നാണ് എടുത്തത്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ ആർക്ക് തുല്യമായിട്ട് വരും? ആൽഫയ്ക്ക് തുല്യമായിട്ട് വരും. ദാ എയുടെ വാല്യൂ 1 എന്നാണ് എടുത്തത്. എ എന്ന് പറയുന്നത് ഇനിഷ്യൽ നമ്പർ ഓഫ് മോൾസാണ്. ഇനിഷ്യൽ നമ്പർ ഓഫ് മോൾസ് എ ആയാലും ബി ആയാലും 1 ആണ്. അപ്പോൾ എക്ക് പകരം 1 എന്ന് കൊടുത്താൽ എക്സ് എന്തിന് തുല്യമാകും? ആൽഫയ്ക്ക് തുല്യമാകും. എക്സ് എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫയാണ്. അങ്ങനെയാണെങ്കിൽ ഈ x² എന്ന് പറയുന്ന ടേമിനെ എനിക്ക് α² എന്ന് എഴുതിക്കൂടെ? എക്സ് ആൽഫയ്ക്ക് തുല്യമായി. അങ്ങനെയാണെങ്കിൽ എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? α² എന്ന് കൊടുക്കാം. α² ഈസ് ഈക്വൽ ടു കെ സി ഡിവൈഡഡ് ബൈ 4 എന്നാണ്. അങ്ങനെയാണെങ്കിൽ α² പ്രൊപ്പോർഷണൽ ടു 1/4 എന്ന് എഴുതാം അല്ലേ? α² പ്രൊപ്പോർഷണൽ ടു 1/4. ദാറ്റ് ഈസ് ആൽഫ ഈസ് ഈക്വൽ ടു ആൽഫ പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് 1/4 എന്നല്ലേ വരുന്നത്? ആൽഫ പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് 1/4. ദാറ്റ് മീൻസ് ഡെൽറ്റ n ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഹോമോജീനിയസ് ഇക്വിലിബ്രിയത്തിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുന്ന ടേം ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഒരിക്കലും പ്രഷറിനെയോ വോളിയത്തെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പം നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു ഇക്വേഷൻ തന്നിട്ട് ഇതിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷന് പ്രഷറിനും വോളിയവും ചേഞ്ച് ചെയ്താൽ എന്ത് സംഭവിക്കും? നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം, നമ്മൾ പ്രഷർ കൂട്ടുന്നതിനനുസരിച്ച് വോളിയം എന്ത് ചെയ്യുക? കുറയുകയാണ്. പ്രഷർ കൂട്ടുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും വോളിയം കുറയുകയാണ്. ഇനി നമ്മുടെ റിയാക്റ്റൻറ്റുകളുടെയും പ്രോഡക്റ്റുകളുടെയും നമ്പർ ഓഫ് മോൾസ് സെയിം ആണെങ്കിൽ, ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷനെ പ്രഷറോ വോളിയമോ യാതൊരു തരത്തിലും അഫക്റ്റ് ചെയ്യുന്നില്ല. ഇതാണ് ഇവിടെ നിന്നും മനസ്സിലാക്കേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്രയും ഡിറൈവ് ചെയ്ത് വന്നത്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ എന്ന് പറയുന്ന സാധനം പ്രഷർ കൂട്ടിയാലോ വോളിയം കുറച്ചാലോ, പ്രഷർ കൂട്ടുക എന്ന് പറഞ്ഞാൽ നോർമലി എന്ത് കുറയുക? വോളിയം കുറയുക. പ്രഷർ കൂട്ടിയാലോ വോളിയം കുറച്ചാലോ ലെഫ്റ്റിലെയും റൈറ്റിലെയും ആൾക്കാരുടെ എണ്ണം തുല്യമാണെങ്കിൽ അവിടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷന് യാതൊരു മാറ്റവും ഇല്ല. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ പ്രഷർ ഓർ ഡിക്രീസ് ഇൻ വോളിയം. മനസ്സിലായല്ലോ? അപ്പോൾ എക്സ്പ്രഷൻ ഫോർ കെ സിയുടെ എക്സ്പ്രഷൻ വെച്ചിട്ടാണ് നമ്മൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ്റെ വാല്യൂ കണ്ടുപിടിച്ചത്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആർക്ക് പ്രൊപ്പോർഷണലാണ്? സ്ക്വയർ റൂട്ട് ഓഫ് ദ 1/4 പ്രൊപ്പോർഷണലാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം. ഓക്കെ ആണോ? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ എന്ന് പറയുന്നത് ആർക്ക് ഇൻഡിപെൻഡൻ്റ് ആണ്? പ്രഷറിനും വോളിയത്തിനും ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, ഇനി നോക്കിയേ, നമ്മൾ ഇതുപോലെ കെ പിക്കും ഇക്വേഷൻ എടുക്കാൻ പോവാണ്. കെ പിക്ക് അതായത് ഹൈഡ്രജൻ ഗ്യാസ് പ്ലസ് അയോഡിൻ ഗ്യാസ് റിവേഴ്സിബിളി ഗീവ്സ് 2HI ഗ്യാസ്. നമ്മൾ കോൺസെൻട്രേഷൻ മാറ്റി പകരം എന്തുപയോഗിക്കുകയാണ്? പ്രഷർ ഉപയോഗിക്കുകയാണ്. ഇനിഷ്യൽ പ്രഷർ എത്രയാ? എ ആണ്. ഇവിടുത്തെ ഇനിഷ്യൽ പ്രഷർ എത്രയാ? ബി ആണ്.
ഇവിടുത്തെ പ്രഷർ എത്രയാ? 0 ആണ്, കാരണം ഹൈഡ്രജൻ അയഡൈഡ് ഉണ്ടായില്ല. ഇനി ഇനിഷ്യൽ നമ്പർ ഓഫ് മോൾസ്, പ്രഷർ അല്ല, നമ്പർ ഓഫ് മോൾസ് എ ആണ്, ഇവിടെ ബി ആണ്, അവിടെ 0 ആണ്. ഇവിടെ നിന്നും ഇക്വിലിബ്രിയത്തിലെത്തി. ഇവിടുത്തെ നമ്പർ ഓഫ് മോൾസ് ബി മൈനസ് എക്സ് ആണ്, ഇവിടെ നമ്പർ ഓഫ് മോൾസ് 2x ആണ്. നമുക്കറിയാം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ പി ഈസ് ഈക്വൽ ടു പി ഓഫ് ബൈ പി ഓഫ് H2 ഇൻറ്റു പി ഓഫ് I2. ഈ പി എന്ന് പറയുന്ന സാധനം എന്താ? പാർഷ്യൽ പ്രഷർ കണ്ടുപിടിക്കണം. നമ്മുടെ കയ്യിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻസും ഉണ്ട്. എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ഇൻറ്റു ടോട്ടൽ പ്രഷറാണ്. മോൾ ഫ്രാക്ഷൻ ഇൻറ്റു ടോട്ടൽ പ്രഷറാണ്. അപ്പോൾ നമുക്ക് ഹൈഡ്രജൻ്റെ പാർഷ്യൽ പ്രഷർ കിട്ടണം, അയഡിൻ്റെ പാർഷ്യൽ പ്രഷർ കിട്ടണം, ഹൈഡ്രജൻ അയഡൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ കിട്ടണം. അതിനുവേണ്ടി മോൾ ഫ്രാക്ഷനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ടോട്ടൽ പ്രഷർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് ഇപ്പോൾ ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇക്വിലിബ്രിയത്തിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് അല്ലേ? ആദ്യം എന്ത് ചെയ്യുക? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് എ മൈനസ് എക്സ് എ പ്ലസ് ബി മൈനസ് എക്സ് എ പ്ലസ് 2x അല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് എ മൈനസ് എക്സ് എ പ്ലസ് ബി മൈനസ് എക്സ് എ പ്ലസ് 2x ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മൈനസ് എക്സും മൈനസ് എക്സ് കൂടെ ആകുമ്പോൾ മൈനസ് 2x ആവും, മൈനസ് 2xും പ്ലസ് 2x കൂടെ ആകുമ്പോൾ 0 ആകും. ദാറ്റ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് അറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്താണ്? എ പ്ലസ് ബി ആണ്. നമുക്ക് പാർഷ്യൽ പ്രഷർ ഓഫ് ഓരോ ടേമും കണ്ടുപിടിക്കണം. അതിന് ടോട്ടൽ പ്രഷറിനെ മോൾ ഫ്രാക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മോൾ ഫ്രാക്ഷൻ കിട്ടണമെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗിവൺ സബ്സ്റ്റൻസിനെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. വേണ്ടേ? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, പി ഓഫ് ഹൈഡ്രജൻ, പാർഷ്യൽ പ്രഷർ ഓഫ് ഹൈഡ്രജൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മോൾ ഫ്രാക്ഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻറ്റു ടോട്ടൽ പ്രഷർ. മോൾ ഫ്രാക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഗിവൺ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഹൈഡ്രജൻ്റെ നമ്പർ ഓഫ് മോൾസ് എത്രയാ? എ മൈനസ് എക്സ് ആണ്. അപ്പോൾ എ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? എ പ്ലസ് എക്സ് ആണ്. എ പ്ലസ് എക്സ് ഇൻറ്റു ടോട്ടൽ പ്രഷർ. ഇതല്ലേ പി ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്? മോൾ ഫ്രാക്ഷൻ ഇൻറ്റു ടോട്ടൽ പ്രഷറാണ്. മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗിവൺ കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ഹൈഡ്രജൻ്റെ ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന നമ്പർ ഓഫ് മോൾസ് എ മൈനസ് എക്സ് ആണ്. അപ്പോൾ എ മൈനസ് എക്സ് ഹൈഡ്രജൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ഇക്വിലിബ്രിയത്തിൽ മൊത്തം എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട് അതെത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അതെത്രയാ? എ പ്ലസ് ബി ആണ്. അങ്ങനെയാണെങ്കിൽ പ്രഷർ ഓഫ് ഹൈഡ്രജൻ എ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എ പ്ലസ് എക്സ് ഇൻറ്റു പി. അങ്ങനെയാണെങ്കിൽ പ്രഷർ ഓഫ് അയഡിൻ എങ്ങനെ കണ്ടുപിടിക്കും? പ്രഷർ ഓഫ് അയഡിൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് അയഡിൻ. അതെത്രയാ? ബി മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എ പ്ലസ് ബി ഇൻറ്റു പി. അടുത്ത ഹൈഡ്രജൻ അയഡൈഡിൻ്റെ ആണ്. ഹൈഡ്രജൻ അയഡൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് എത്രയാ? നമ്പർ ഓഫ് മോൾസ് 2x ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ഇൻറ്റു പി ആണ് അല്ലേ? നമുക്ക് ഈ ഓരോ ടേമിനെയും ഇതിനകത്തോട്ടിട്ട് കൊടുത്താൽ പോരെ. ദർഫോർ കെ പി ഈസ് ഈക്വൽ ടു പി എച്ച് ഐയുടെ സ്ക്വയർ. പി എച്ച് ഐ എത്ര? 2x ഇൻറ്റു 2x ഡിവൈഡഡ് ബൈ എ പ്ലസ് ബിയുടെ സ്ക്വയർ ഇൻറ്റു പി സ്ക്വയർ. അതല്ലേ പി എച്ച് ഐ എന്ന് പറയുന്നത്? പി എച്ച് ഐയുടെ സ്ക്വയർ ആണ്. ഡിവൈഡഡ് ബൈ പി എച്ച് ടു. പി എച്ച് ടു എത്രയാ? എ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എ പ്ലസ് എക്സ് ഇൻറ്റു പി ഇൻറ്റു പി ഐ ടു എത്രയാണ്? ബി മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എ പ്ലസ് എക്സ് ഇൻറ്റു പി. പി ഇൻറ്റു പി, പി സ്ക്വയർ. ഇവിടെ പി സ്ക്വയർ ഉണ്ട്, ഇവിടെ പി സ്ക്വയർ ഉണ്ട് അല്ലേ? പി സ്ക്വയർ ക്യാൻസലായി. അങ്ങനെയാണെങ്കിൽ ഇതാ നമുക്ക് ഇങ്ങനെ വരും. 2xൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി അല്ലേ? ഇവിടെ എ പ്ലസ് എക്സ് ആണ് ഞാൻ എഴുതിയേക്കുന്നത്. എ പ്ലസ് ബി 2xൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ്
4x² ഡിവൈഡഡ് ബൈ എ പ്ലസ് ബിയുടെ സ്ക്വയർ. ഇവിടെ എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി, എ പ്ലസ് ബിയുടെ സ്ക്വയർ. ഇവിടുത്തെ എ പ്ലസ് ബി സ്ക്വയറും ഇവിടുത്തെ എ പ്ലസ് ബി സ്ക്വയറും ക്യാൻസൽ ആവും. ആസ് എ റിസൾട്ട് നമുക്ക് കിട്ടും 4x² ഡിവൈഡഡ് ബൈ എ മൈനസ് എക്സ് ഇൻറ്റു ബി മൈനസ് എക്സ്. എ മൈനസ് എക്സ് ഇൻറ്റു ബി മൈനസ് എക്സ്. നമ്മൾ പറഞ്ഞു എയും ബിയും എക്സിനേക്കാൾ ഒരുപാട് കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ എയും ബിയും 1 ആണെന്ന് വിചാരിക്കുക, എ ഈസ് ഈക്വൽ ടു ബി ഈസ് ഈക്വൽ ടു 1 എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കെ പി ഈസ് ഈക്വൽ ടു 4x² ഡിവൈഡഡ് ബൈ എന്താ എ മൈനസ് എക്സ്. എ മൈനസ് എക്സ് എക്ക് പകരം 1 എന്ന് കൊടുത്തു. 1 മൈനസ് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ്, ദാറ്റ് ഈസ് 1 മൈനസ് എക്സിൻ്റെ സ്ക്വയർ എന്ന് വരുന്നു. നമ്മൾ പറയുന്നു എക്സ് ഒന്നിനേക്കാൾ ഒരുപാട് ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ 1 മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താ? 1 ആണ്. സോ കെ പി ഈസ് ഈക്വൽ ടു 4x² എന്ന് വരും അല്ലേ? കെ പി ഈസ് ഈക്വൽ ടു 4x². നമ്മൾ മുമ്പേ പറഞ്ഞ കണക്ക് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഈസ് ഈക്വൽ ടു എക്സ് ബൈ എ ആണ്. എയുടെ വാല്യൂ നമ്മളിപ്പോൾ 1 എന്നല്ലേ എടുത്തേ. അങ്ങനെയാണെങ്കിൽ എക്സ് എന്തിന് തുല്യമാകും? ആൽഫയ്ക്ക് തുല്യമാകും. അങ്ങനെയാണെങ്കിൽ ആ 4x² പകരം എന്തെന്ന് കൊടുക്കാം? 4α² ഈസ് ഈക്വൽ ടു കെ പി എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ α² ഈസ് ഈക്വൽ ടു കെ പി ഡിവൈഡഡ് ബൈ 4 ആണ്. Therefore α² proportional to 1/4 ആണ്. ആൽഫ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1/4 ആണ്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫയെ പ്രഷർ കൂട്ടിയെന്നും പറഞ്ഞ് ഒന്നുമേ സംഭവിക്കുന്നില്ല. അപ്പം ലോ ഓഫ് മാസ് ആക്ഷൻ വെച്ച് നമുക്ക് മനസ്സിലായി ഡെൽറ്റ എൻ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ ആണെങ്കിൽ പ്രഷർ കൂട്ടിയാലോ വോളിയം കൂട്ടിയാലോ, വോളിയം കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോൺസെൻട്രേഷൻ്റെ കേസിലാണ് പറയുന്നത്. ഇവിടെ പ്രഷറിൻ്റെ കേസിലാണ്. ഗ്യാസ് പ്രഷറായിട്ട് എടുക്കുകയാണെങ്കിൽ പ്രഷർ കൂട്ടിയാൽ നമുക്ക് എന്ത് സംഭവിക്കുന്നത്? എന്ത് ഇല്ല, ഡിഗ്രി ഓഫ് ഡിസോസിയേഷന് യാതൊരു ചേഞ്ചും ഇല്ല. ദാറ്റ് ഈസ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് pressure. Degree of dissociation is independent of pressure when delta n is equal to 0. Degree of dissociation is independent of volume when delta n is equal to 0. Delta n 0 ആണെങ്കിൽ, delta n 0 ആണെങ്കിൽ if we increase the pressure, there is no change. If we decrease the volume, there is no change. അതായത് പ്രഷർ കൂട്ടിയാലോ വോളിയം കുറച്ചാലോ ഒന്നും എന്തിനൊരു മാറ്റവും ഇല്ല. ഡിഗ്രി ഓഫ് ഡിസോസിയേഷന് ഒരു മാറ്റവും ഇല്ല. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇൻഡിപെൻഡൻ്റ് ആണ്. ക്ലിയർ ആയല്ലോ? അടുത്ത് നോക്കിയേ, ഹോമോജീനിയസ് ഗേഷ്യസ് റിയാക്ഷൻ ഓഫ് ടൈപ്പ് 2. നമ്മൾ പറഞ്ഞത് ആദ്യത്തെ ടൈപ്പാണ്. ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ 0 ആണ്. രണ്ടിടത്തെയും നമ്പർ ഓഫ് മോൾസ് സെയിം ആണ്. ഇനി പറയുന്നു ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ 0യേക്കാൾ കൂടുതലാണ്. നമുക്ക് നോക്കാം. PCl5 ഡീകമ്പോസ് ചെയ്ത് PCl3യും Cl2യുമായിട്ട് മാറുന്നു. ഡെൽറ്റ എൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് ഗേഷ്യസ് റിയാക്റ്റൻറ്റ്. ഇവിടെ പ്രോഡക്റ്റ് എത്രയുണ്ട്? 1 + 1 2. അപ്പോൾ ഡെൽറ്റ എൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് മൈനസ് പ്രോഡക്റ്റ് 2 എണ്ണം ഉണ്ട്. റിയാക്റ്റൻ്റ് എത്രയാ? 1 ആണ്. അപ്പോൾ 2 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാ? 1 ആണ്. സോ ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ 0യേക്കാൾ കൂടുതലല്ലേ? ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ 0യേക്കാൾ കൂടുതലാണ്. നമ്മൾ മുമ്പേ ചെയ്ത കണക്ക് കെ സിയുടെ കേസിൽ വോളിയത്തിന് എന്തെങ്കിലും അഫക്റ്റ് ഉണ്ടോ, കെ പിയുടെ കേസിൽ പ്രഷറിന് എന്തെങ്കിലും ഡിഗ്രി ഓഫ് ഡിസോസിയേഷനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓക്കെ, ഇതാ നോക്കിക്കോ. ആദ്യമേ കെ സിക്ക് ഇക്വേഷൻ എഴുതിയിടാം. കെ സി ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ concentration of the product PCl3 into concentration of Cl2 divided by concentration of PCl5 ആണ്. ഇതാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സിയുടെ ഇക്വേഷൻ. നമുക്ക് നോക്കാം. ആദ്യം PCl5 ഉണ്ട്, PCl3 0 ആണ്, Cl2യും 0 ആണ്. ഇക്വിലിബ്രിയത്തിലെത്തിയപ്പോൾ നോക്കിയപ്പോൾ PCl5 ഇല്ല. എയിൽ നിന്നും എത്രയോ പോയിട്ട് ബാക്കിയുള്ളത് എത്രയാ പോയത്? എക്സ് പോയി. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് PCl5 A-X ആണ്. ഇവിടെ PCl3 എക്സ് ഉണ്ടായി, ഇവിടെ Cl2യും എക്സ് ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് PCl5 എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് മോൾസ് പ്രസൻറ്റ് ഇൻ വോളിയം. നമ്പർ ഓഫ് മോൾസ് എത്രയാ? A-X ഡിവൈഡഡ് ബൈ വോളിയം. കോൺസെൻട്രേഷൻ ഓഫ് PCl3
എക്സ് ഡിവൈഡഡ് ബൈ വോളിയം, കോൺസെൻട്രേഷൻ ഓഫ് Cl2 എക്സ് ഡിവൈഡഡ് ബൈ വോളിയം. അപ്പം നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടിയല്ലോ, ഇതിനകത്തോട്ടങ്ങ് ഇട്ട് കൊടുത്താൽ പോരെ അല്ലേ? ദാറ്റ് ഈസ് Kc ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് PCl3 എക്സ് ബൈ വി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cl2 അതും എക്സ് ബൈ വി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് PCl5 എ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ വി അല്ലേ? അപ്പോൾ എങ്ങനെ വരും? വി സ്ക്വയറും വിയും ക്യാൻസലായി, അപ്പം വി എ ഉള്ളൂ. സോ വി ഗെറ്റ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എ മൈനസ് എക്സ് ഇൻറ്റു വി ആണ്. എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എ മൈനസ് എക്സ് ഇൻറ്റു വി എന്ന് കിട്ടി. എന്തിൻ്റെയാ? കെ സിയുടെ. ഇവിടെയും നമ്മൾ പറയുന്നു എ ഈസ് ഈക്വൽ ടു 1 ആണ്. എ 1 ആണ്. എ 1 ആണെങ്കിൽ 1 മൈനസ് എക്സ് എന്ന് പറയുന്നത് എ 1 ആണ്. എ 1 ആണെങ്കിൽ 1 മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താ? എയുടെ വാല്യൂ 1 ആണ്. ദാറ്റ് ഈസ് കെ സി ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ഇൻറ്റു വി ആണ്. 1 മൈനസ് എക്സ്, എക്സിൻ്റെ വാല്യൂ ഒരുപാട് കുറവാണ്. എക്സ് ഡിസോസിയേറ്റ് ചെയ്ത ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. സോ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു വി എന്നല്ലേ വരുന്നത്? വി ഗെറ്റ് കെ സി ഈസ് ഈക്വൽ ടു എക്സിൻ്റെ വാല്യൂ ഒരുപാട് ചെറുതാണേ, ആ 1 മൈനസ് എക്സിനെ 1 എന്ന് എടുക്കാമേ. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ വി എന്ന് വന്നു. നമുക്കറിയാം എക്സിൻ്റെ വാല്യൂ, എയുടെ വാല്യൂ 1 ആണെങ്കിൽ എക്സ് എന്തിന് തുല്യമാണ്? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫയ്ക്ക് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എക്സിന് പകരം നമുക്ക് കൊടുക്കാം ആൽഫ എന്ന്. സോ ആൽഫ സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ സി ഇൻറ്റു വി എന്ന് വരത്തില്ലേ? Therefore alpha square proportional to v എന്ന് വരത്തില്ലേ? Therefore alpha proportional to root of v എന്ന് വരത്തില്ലേ? That means ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ 0യേക്കാൾ കൂടുതലാണെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ പ്രൊപ്പോർഷണൽ ആണ് സ്ക്വയർ റൂട്ട് ഓഫ് ദ വോളിയം. വോളിയത്തിൻ്റെ സ്ക്വയർ റൂട്ടിന് പ്രൊപ്പോർഷണൽ ആണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഉദാഹരണത്തിന് നമ്മുടെ വോളിയം, കണ്ടെയ്നറിൻ്റെ വോളിയം എന്ന് പറയുന്നത് 16 ആണെന്ന് വിചാരിക്കുക, 16 ലിറ്റർ ആണെന്ന് വിചാരിക്കുക. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എത്രയായിരിക്കും? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് വോളിയം. സ്ക്വയർ റൂട്ട് ഓഫ് വോളിയം എന്ന് പറയുമ്പോൾ എത്ര വരും? 4 എന്ന് വരും. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ്റെ വാല്യൂ എന്താണ്? ആർക്ക് പ്രൊപ്പോർഷണൽ ആണ്? സ്ക്വയർ റൂട്ട് ഓഫ് ദ വോളിയത്തിന് പ്രൊപ്പോർഷണൽ ആണ്. അപ്പം ലോ ഓഫ് മാസ് ആക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിച്ചത്. അപ്പോൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ലോ ഓഫ് മാസ് ആക്ഷൻ നമ്മളെ സഹായിക്കുന്നു. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഹോമോജീനിയസ് ഇക്വിലിബ്രിയത്തിൻ്റെ കേസാണ്. ഹോമോജീനിയസ് ഇക്വിലിബ്രിയം പല ടൈപ്പ് ഉണ്ട്. ആദ്യത്തെ കേസിൽ ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ 0 ആയിരുന്നു. അപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കെ സി, കോൺസെൻട്രേഷൻ്റെ കേസിലുള്ള കെ സി ആയാലും പ്രഷറിൻ്റെ കേസിലുള്ള കെ പി ആയാലും കെ സി വോളിയത്തിന് ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു, കെ പി പ്രഷറിന് ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. എന്നാൽ ഇവിടെ ടൈപ്പ് 2 ആണ്. ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ 0യേക്കാൾ കൂടുതലാണ്. നമ്മളിപ്പം വോളിയം ചേഞ്ച് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചത്. വോളിയം ചേഞ്ച് ചെയ്താൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ത് സംഭവിക്കും? വോളിയം എത്രത്തോളം ചേഞ്ച് ചെയ്യുന്നോ അതിൻ്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും ആര്? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ. അപ്പോൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ദ വോളിയം. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത നമുക്ക് ഇവിടെ വെച്ച് തന്നെ കെ പിയുടെ ഇക്വേഷൻ പഠിക്കണം. ഇതേ ഇക്വേഷനിൽ നിന്ന് ഇതാ നോക്കിയേ, PCl5 റിവേഴ്സിബിളി ഗീവ്സ് PCl3 പ്ലസ് Cl2. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കെ പി ആണ് കണ്ടുപിടിക്കേണ്ടത്. കെ പി is equal to P of PCl3 ഇൻറ്റു P of Cl2 ഡിവൈഡഡ് ബൈ P of Cl5 ആണ്. പി എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷറാണ്. നമുക്ക് പാർഷ്യൽ പ്രഷർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പി ഓഫ് PCl3 പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് PCl3 ഇൻറ്റു ടോട്ടൽ പ്രഷർ. അതേപോലെ പി ഓഫ് Cl2 എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് Cl2 ഇൻറ്റു ടോട്ടൽ പ്രഷർ. പി ഓഫ് PCl5 എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് PCl5 ഇൻറ്റു ടോട്ടൽ പ്രഷർ. ഇങ്ങനെയല്ലേ കണ്ടുപിടിക്കേണ്ടേ? അപ്പോൾ ടോട്ടൽ പ്രഷറിനെ നമ്മൾ പി എന്ന് എടുക്കുന്നു. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മോൾ ഫ്രാക്ഷൻ ഓഫ് ഈച്ച് കമ്പോണൻറ്റ് കണ്ടുപിടിക്കണം. അതിനു വേണ്ടി ഇനിഷ്യലി PCl5 നമ്പർ ഓഫ് മോൾസ് എ ആണ്, PCl3 0 ആണ്, Cl2 0 ആണ്. ഇക്വിലിബ്രിയത്തിലെത്തി. ഇക്വിലിബ്രിയത്തിലെത്തിയപ്പോൾ എ ഉണ്ടോ?
ഇല്ല, എ മൈനസ് എക്സേ ഉള്ളൂ. എക്സ് പോയത് കൊണ്ട് ഇവിടെ PCl3 എക്സ് ഉണ്ടായി, അതുപോലെ തന്നെ Cl2ഉം എക്സ് ഉണ്ടായി. ഇപ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് ഈച്ച് കമ്പോണൻറ്റ് കിട്ടി. ഇക്വിലിബ്രിയത്തിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് അറ്റ് ഇക്വിലിബ്രിയം കണ്ടുപിടിക്കണം. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് അറ്റ് ഇക്വിലിബ്രിയം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് PCl5 A മൈനസ് എക്സ് പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് PCl3 എക്സ് പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് Cl2 എക്സ്. മൈനസ് എക്സും പ്ലസ് എക്സും ക്യാൻസലായി. ആസ് എ റിസൾട്ട് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എത്ര കിട്ടി? A പ്ലസ് എക്സ് എന്ന് കിട്ടി. ഇനി മോൾ ഫ്രാക്ഷൻ ഓഫ് PCl3 എങ്ങനെയാ? നമ്പർ ഓഫ് മോൾസ് ഓഫ് PCl3 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. നമുക്ക് ഓരോന്നും ചെയ്യാം. P ഓഫ് PCl3 is equal to number of moles of PCl3 x divided by total number of moles A plus x into total pressure. അടുത്ത P of Cl2 അല്ലേ? P of Cl2 എന്ന് പറയുന്നത് number of moles of Cl2 x divided by total number of moles A plus x into total pressure. അടുത്ത P of PCl5 ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് PCl5 A മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രഷർ A പ്ലസ് എക്സ് ഇൻറ്റു P. ഓക്കെ, ഇനി നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുക്കാൻ പോവാം. Kp is equal to P of PCl3 എത്രയാ? എക്സ് ഡിവൈഡഡ് ബൈ A പ്ലസ് എക്സ് ഇൻറ്റു P ഇൻറ്റു P ഓഫ് Cl2 എക്സ് ഡിവൈഡഡ് ബൈ A പ്ലസ് എക്സ് ഇൻറ്റു P divided by PCl5 എത്രയാ? A മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ A പ്ലസ് എക്സ് ഇൻറ്റു P. ഇവിടെ P സ്ക്വയർ, ഇവിടെ P ആണ്. അപ്പോൾ ഇവിടെ എന്തോ വരും? ഒരു P അവിടെ നിൽക്കും അല്ലേ? ഒരു P ഇവിടെ നിൽക്കും. ഈ Pയും ഈ Pയും ക്യാൻസലായി. ഇനി നോക്കിയേ, A പ്ലസ് എക്സ് ഇൻറ്റു A പ്ലസ് എക്സ്, A പ്ലസ് എക്സിൻ്റെ സ്ക്വയർ ദാ ഇവിടുത്തെ A പ്ലസ് എക്സും ഇവിടുത്തെ A പ്ലസ് എക്സും ക്യാൻസലായി. As a result, Kp is equal to x into x square divided by A plus x into A minus x എന്ന് വരത്തില്ലേ? ഇവിടുത്തെ A plus x square ഉണ്ടായിരുന്നു. ഇവിടുത്തെ A plus xും ഇവിടുത്തെ A plus xും ക്യാൻസലായി. As a result, x square divided by A plus x into A minus x എന്ന് വന്നു. അപ്പോൾ Kp is equal to x square divided by A plus x into A minus x എന്താ? A square minus x square ആണ്. A plus B into A minus B, A square minus B square ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ Kp is equal to x square divided by A square minus x square എന്ന് വന്നു. ഇൻറ്റു P ഉണ്ട് ഇവിടെ. ടോട്ടൽ പ്രഷർ P ഇവിടെ കിടപ്പുണ്ട്. ദെൻ നമുക്കറിയാം A is equal to 1 ആണ്. A is equal to 1 ആണെങ്കിൽ 1 minus x square എന്ന് വരും. Therefore, Kp is equal to x square divided by എയുടെ വാല്യൂ 1 ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ ആൽഫ എന്നല്ലേ? അപ്പോൾ നമുക്കിവിടെ ആൽഫ സ്ക്വയർ എന്ന് കൊടുത്തൂടെ? എയുടെ വാല്യൂ 1 ആകുമ്പോൾ എക്സ് എന്തിന് തുല്യമാകും? ആൽഫയ്ക്ക് തുല്യമാകും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ എയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. അപ്പോൾ 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു P എന്ന് വന്നു. ഇനി പറയുന്നു 1 മൈനസ് എക്സ് സ്ക്വയർ, എക്സ് എന്ന് പറയുന്നത് എന്താണ്? ആൽഫയാണ്. ആൽഫയുടെ വാല്യൂ 1നേക്കാൾ ഒരുപാട് ചെറുതാണെന്ന് വിചാരിക്കുക. അതായത് 1ൽ നിന്നല്ലേ ആൽഫ പോയത്. അപ്പോൾ ആൽഫയുടെ വാല്യൂ വളരെ ചെറുതാണെങ്കിൽ 1 മൈനസ് ആൽഫ എന്ന് പറയുന്നത് നെഗ്ലക്റ്റ് ചെയ്യുക അല്ലേ? ആൽഫയുടെ വാല്യൂ 1നേക്കാൾ ഒരുപാട് ചെറുതാണെങ്കിൽ 1 മൈനസ് ആൽഫ എന്ന് പറയുന്നത് 1 വരും. ആസ് എ റിസൾട്ട് Kp ഈസ് ഈക്വൽ ടു ആൽഫ സ്ക്വയർ ഇൻറ്റു P എന്ന് വന്നു. Therefore, alpha square is equal to Kp by P അല്ലേ? Kp by P അല്ലേ? അങ്ങനെയാണെങ്കിൽ ആൽഫ സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു 1 by P അല്ലേ? Therefore, alpha is equal to root of 1 by P അല്ലേ? ആൽഫ പ്രൊപ്പോർഷണൽ, ആൽഫ ഈക്വൽ ടു അല്ല, ആൽഫ പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് 1 by P ആണ്. മറന്നു പോവരുത് മക്കളെ. ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ 0യേക്കാൾ കൂടുതലാണെങ്കിൽ ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ, ഇഫ് വാല്യൂ ഓഫ് ഡെൽറ്റ എൻ ഗ്രേറ്റർ ദാൻ 0, ആൽഫ പ്രൊപ്പോർഷണൽ ടു, മുമ്പേ നമ്മൾ എന്താ പഠിച്ചത്? ആൽഫ പ്രൊപ്പോർഷണൽ ടു റൂട്ട് ബി, അതായത് ആൽഫ
പ്രൊപ്പോർഷണൽ ടു റൂട്ട് വി ആണ്. എന്നാൽ പ്രഷറിൻ്റെ കേസിലാണെങ്കിൽ ആൽഫ പ്രൊപ്പോർഷണൽ ടു 1/p ആണ്, റൂട്ട് ഓഫ് 1/p ആണ്. ആൽഫ പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് 1/p ആണ്. അതായത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് ദ വോളിയത്തിന് പ്രൊപ്പോർഷണൽ ആണ് കെ സിയുടെ കേസിൽ. ഇവിടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് സ്ക്വയർ റൂട്ട് ഓഫ് ദ പ്രഷറിന്. സ്ക്വയർ റൂട്ട് ഓഫ് ദ പ്രഷറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ആൽഫ. ഇത് പഠിച്ചു വെച്ചോണേ. ആൽഫ പ്രൊപ്പോർഷണൽ ടു റൂട്ട് വി, ആൽഫ പ്രൊപ്പോർഷണൽ ടു റൂട്ട് 1/p. ഓക്കെ, അടുത്ത നോക്കിയേ, ഹോമോജീനിയസ് ഗേഷ്യസ് റിയാക്ഷൻ ഓഫ് ടൈപ്പ് 3. മൂന്നാമത്തെ ടൈപ്പാണ്. ആദ്യം ഡെൽറ്റ എൻ 0 ആയിരുന്നു, പിന്നെ ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ 1നേക്കാൾ കൂടുതലായിരുന്നു. അടുത്തത് ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ 1നേക്കാൾ കൂടുതലായിരുന്നല്ല, 0യേക്കാൾ കൂടുതലായിരുന്നു. ഇവിടെ ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ 0യേക്കാൾ കുറവാണ്. നമുക്ക് നോക്കാം. N2 + 3H2 gives 2NH3. ഇവിടെ ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ എത്രയാ? നമ്പർ ഓഫ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് റിയാക്റ്റൻസ് ആണ്. നമ്പർ ഓഫ് പ്രോഡക്റ്റ് 2 ആണ്, മൈനസ് നമ്പർ ഓഫ് റിയാക്റ്റൻസ് 3 1 4 ഉണ്ട് അല്ലേ. അപ്പോൾ 2 - 4 ദാറ്റ് ഈസ് ഈക്വൽ ടു -2 എന്ന് വന്നു. അപ്പോൾ ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ എത്രയാ? -2 ആണ്, 0യേക്കാൾ കുറവാണ്. 0യേക്കാൾ കുറവുള്ള സമയത്ത് എങ്ങനെയാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ്റെ വാല്യൂ എന്നാണ്. ദാ Kc ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് NH3യുടെ സ്ക്വയർ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് N2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2⁻3. നമുക്ക് ഓരോന്നിൻ്റെയും കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം. ഇനിഷ്യലി എ ആണ്, ഇവിടെ ബി ആണ്, 0 ആണ്. എയിൽ നിന്നും എക്സ് പോയി, ബിയിൽ നിന്നും 3x പോയി. എത്ര എക്സ് ഉണ്ടായി? 2x ഉണ്ടായി. ഇക്വിലിബ്രിയത്തിലാണ്. കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് N2 എന്ന് പറയുന്നത് A-x/V, കോൺസെൻട്രേഷൻ ഓഫ് H2 B-3x/V, കോൺസെൻട്രേഷൻ ഓഫ് NH3 2x ഡിവൈഡഡ് ബൈ V. അപ്ലൈ ചെയ്യാം, കോൺസെൻട്രേഷൻ്റെ വാല്യൂസ് അപ്ലൈ ചെയ്യാം. Kc ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് NH3 2x/Vയുടെ സ്ക്വയർ ദാറ്റ് ഈസ് 4x² ഡിവൈഡഡ് ബൈ V സ്ക്വയർ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് N2 A-x ഡിവൈഡഡ് ബൈ V ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2 B-3x ഡിവൈഡഡ് ബൈ V⁻3 അല്ലേ. ഇനി നമ്മൾ ഇവിടെ വെച്ച് എയുടെ വാല്യൂ 1, അതായത് എ എന്ന് പറയുന്നത് 1ഉം ബി എത്രയാണ്? 3 ആയിട്ടും എടുക്കുകയാണ്. എ 1 ആണ്, ബി 3 ആണ്. അങ്ങനെയാണെങ്കിൽ Kc ഈസ് ഈക്വൽ ടു 4x² ഡിവൈഡഡ് ബൈ V സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ 1 - x ഇൻറ്റു ബി എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. 3 - 3x ഡിവൈഡഡ് ബൈ വിയുടെ ക്യൂബ്. ഓക്കെ, ദെൻ Kc ഈക്വൽ ടു 4x² ഡിവൈഡഡ് ബൈ V സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ 3 - 3xനെ 3 × 1 - x എന്ന് എടുക്കാം. 3 × 1 - xൻ്റെ ക്യൂബ് ദാറ്റ് ഈസ് 3യുടെ ക്യൂബ് ഇൻറ്റു 1 - xൻ്റെ ക്യൂബ്. ഇവിടെ ഒരു 1 - x ഉണ്ട്, ഇവിടെ ഒരു 1 - xൻ്റെ ക്യൂബ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1 - x⁴ ഇൻറ്റു 3യുടെ ക്യൂബ് എന്ന് വരത്തില്ലേ? 3യുടെ ക്യൂബ് എന്ന് പറയുമ്പോൾ 27 ആണ്. ഡിവൈഡഡ് ബൈ വിയുടെ ക്യൂബ് അല്ലേ. വിയുടെ ക്യൂബ് ഇവിടെ ഒരു വി ഉണ്ട്, V⁴ എന്ന് വന്നു. V⁴ എന്ന് വന്നു. ദെയർഫോർ Kc ഈസ് ഈക്വൽ ടു ഇവിടുത്തെ V സ്ക്വയറും ഇവിടുത്തെ V സ്ക്വയറൂടെ ക്യാൻസലായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് വരും 4x² ഇൻറ്റു V സ്ക്വയർ ഡിവൈഡഡ് ബൈ 27 ഇൻറ്റു 1 - x⁴ എന്ന് നമ്മൾ പറയുന്നു. എക്സിൻ്റെ വാല്യൂ 1നേക്കാൾ ഒരുപാട് കുറവാണ്. അങ്ങനെയാണെങ്കിൽ 1 - x എന്ന് പറയുന്നത് 1 ആണ്. സോ വി ഗെറ്റ് Kc ഈസ് ഈക്വൽ ടു 4x². എക്സിൻ്റെ വാല്യൂ 1 ആയാൽ എക്സിനെ നമ്മൾ ആൽഫ എന്ന് എടുക്കുന്നു അല്ലേ.
എക്സ് എയുടെ വാല്യൂ 1 ആയാൽ എക്സിന് നമ്മൾ ആൽഫ എന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ 4 ആൽഫ സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 27 എന്ന് വരത്തില്ലേ? ഈ ആൽഫ സ്ക്വയർ അവിടെ ഇട്ടേക്കുക. ആൽഫ സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ സി ഇൻറ്റു 27 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 1 ബൈ വി സ്ക്വയർ എന്ന് വരും അല്ലേ? 27 ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്തു, 27 കെ സി ആയി, 4 വി സ്ക്വയർ താഴേക്ക് വന്നു. ആൽഫ സ്ക്വയർ ഈ കെ സിയും 27/4 കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആൽഫ സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു 1 ബൈ വി സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ ആൽഫ പ്രൊപ്പോർഷണൽ ടു 1 ബൈ വി എന്ന് എഴുതിക്കൂടെ? ദെയർഫോർ ഡെൽറ്റ എൻ 0യേക്കാൾ കുറവാണെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ആണ്. അതായത് വോളിയം കുറയുന്നതിനനുസരിച്ച് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടും, വോളിയം കൂടുന്നതിനനുസരിച്ച് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ്റെ വാല്യൂ കുറയും. ക്ലിയർ ആയല്ലോ? ഇതുപോലെ തന്നെ കെ പിയുടെയും കണ്ടുപിടിക്കാം. N2 പ്ലസ് 3H2 ഗീവ്സ് 2NH3 ആണ്. പഴയതുപോലെ തന്നെയാണ്. കെ പി ഈസ് ഈക്വൽ ടു പി NH3യുടെ സ്ക്വയർ ഡിവൈഡഡ് ബൈ പി N2 ഇൻറ്റു പി H2ൻ്റെ ക്യൂബ്. ഇനിഷ്യലി എ ഉണ്ട്, ഇവിടെ ബി മോൾസ് ഉണ്ട്, ഇവിടെ 0 ഉണ്ട്. എ മൈനസ് എക്സ്, ബി മൈനസ് 3x, 2x ഉണ്ടായി. ഈക്വലിബ്രിയത്തിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്, ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് അറ്റ് ഈക്വലിബ്രിയം ഈസ് ഈക്വൽ ടു എ മൈനസ് എക്സ് എ പ്ലസ് ബി മൈനസ് 3xa പ്ലസ് 2x. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എക്സും മൈനസ് 3xും മൈനസ് 4x ആണ്. മൈനസ് 4xും പ്ലസ് 2xും മൈനസ് 2x ആണ് അല്ലേ? മൈനസ് 3xും മൈനസ് 2xും മൈനസ് 4x ആണ്. ഇവിടെ പ്ലസ് 2x ആണ്. അപ്പോൾ എ പ്ലസ് ബി മൈനസ് 2x എന്ന് വരും. എ പ്ലസ് ബി മൈനസ് 2x എന്ന് വരും. ആരുടെ നമ്പർ ഓഫ് മോൾസ്? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. അങ്ങനെയാണെങ്കിൽ മോൾ ഫ്രാക്ഷൻ അല്ലേ, അല്ലെങ്കിൽ പി N2 എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ എത്രയാ? എ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി മൈനസ് 2x. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആണ് എ പ്ലസ് ബി മൈനസ് 2x ഇൻറ്റു ടോട്ടൽ പ്രഷർ. പ്രഷർ ഓഫ് H2 എത്രയാണ്? പ്രഷർ ഓഫ് H2 എന്ന് പറയുന്നത് ബി മൈനസ് 3x ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി മൈനസ് 2x ഇൻറ്റു പി. അടുത്ത പി ഓഫ് NH3 എന്ന് പറയുന്നത് 2x ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി മൈനസ് 2x ഇൻറ്റു പി. ഈ 3 വാല്യൂസ് ഇങ്ങോട്ടേക്ക് കൊടുത്താൽ പോരെ? കെ പി ഈസ് ഈക്വൽ ടു പി ഓഫ് NH3, പി ഓഫ് NH3യുടെ സ്ക്വയർ ദാറ്റ് ഈസ് 2xൻ്റെ സ്ക്വയർ 4x സ്ക്വയർ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി മൈനസ് 2xൻ്റെ സ്ക്വയർ ഇൻറ്റു പി സ്ക്വയർ. ഓക്കെ, ഡിവൈഡഡ് ബൈ പി N2 എന്ന് പറയുന്നത് എ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി മൈനസ് 2x ഇൻറ്റു പി. അടുത്ത പി H2ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് ബി മൈനസ് 3x ഇൻ്റെ ക്യൂബ് ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി മൈനസ് 2xൻ്റെ ക്യൂബ് ഇൻറ്റു പിയുടെ ക്യൂബ്. ഓക്കെ, എ പ്ലസ് ബി മൈനസ് 2x, എ പ്ലസ് ബി മൈനസ് 2xൻ്റെ ക്യൂബ്. ഇവിടെ സ്ക്വയർ ആണ്, ഇവിടെ റേസ് ടു 4 ആണ്. അങ്ങനെയാണെങ്കിൽ കെ പി ഈസ് ഈക്വൽ ടു, ഇനി പി റേസ് ടു 4ഉം പിയുടെ സ്ക്വയറും, അപ്പം പി റേസ് ടു 2 എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ 4x സ്ക്വയർ ഇൻറ്റു പി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ മൈനസ് എക്സ് ഇൻറ്റു ബി മൈനസ് 3xൻ്റെ സ്ക്വയർ ആണ്.
പി സ്ക്വയർ എന്ന് വരും അല്ലേ? ആണ്. 4x² a മൈനസ് എക്സ് ഇൻറ്റു ബി മൈനസ് 3x സ്ക്വയർ പി സ്ക്വയർ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ കെ പി ഈസ് ഈക്വൽ ടു 4x² ഡിവൈഡഡ് ബൈ എക്ക് 1 എന്ന് കൊടുക്കുക, അപ്പോൾ 1 മൈനസ് എക്സ് ഇൻറ്റു ബിക്ക് 3 എന്ന് കൊടുക്കുക, അപ്പോൾ 3 മൈനസ് 3x സ്ക്വയർ ദാറ്റ് ഈസ് 3യുടെ സ്ക്വയർ 9 ഇൻറ്റു 1 മൈനസ് എക്സിൻ്റെ സ്ക്വയർ ഇൻറ്റു പി സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സിൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് 1 മൈനസ് എക്സിൻ്റെ ക്യൂബ്. കെ പി ഈസ് ഈക്വൽ ടു 4x² ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സിൻ്റെ ക്യൂബ് ഇൻറ്റു 9 ഇൻറ്റു പി സ്ക്വയർ എന്ന് വന്നു. എക്സിൻ്റെ വാല്യൂ ഒന്നിനേക്കാൾ ഒരുപാട് കുറവാണെങ്കിൽ നമുക്ക് എഴുതാം കെ പി ഈസ് ഈക്വൽ ടു എക്സ് എന്തായിട്ട് മാറും? ആൽഫയായിട്ട് മാറും. 4 ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇത് ഇത്രയും അങ്ങ് ക്യാൻസലായി 9 പി സ്ക്വയർ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ആൽഫ സ്ക്വയർ ഈസ് ഈക്വൽ ടു 9 പി സ്ക്വയർ ഇൻറ്റു കെ പി ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. ഇത്രയും സാധനങ്ങൾ കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആൽഫ സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു പി സ്ക്വയർ എന്ന് വന്നു, ആൽഫ പ്രൊപ്പോർഷണൽ ടു പി എന്ന് വന്നു. ആൽഫ പ്രൊപ്പോർഷണൽ ടു പി നേരത്തെ എങ്ങനെയായിരുന്നു? ആൽഫ പ്രൊപ്പോർഷണൽ ടു 1/v ആയിരുന്നു. ഇവിടെ ആൽഫ പ്രൊപ്പോർഷണൽ ടു പി എന്ന് വന്നു. ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ 0യേക്കാൾ കുറഞ്ഞിരുന്നാൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് എന്തായാലും അറിയാം, പ്രഷറും വോളിയവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഇവിടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ വോളിയത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ദാറ്റ് മീൻസ് പ്രഷറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. പ്രഷർ കൂടുമ്പോൾ വോളിയം സ്വാഭാവികമായിട്ടും കുറയണം. അപ്പം ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ നമ്മൾ വോളിയത്തിൻ്റെ കേസിൽ പറയുമ്പോൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ വോളിയവുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ദാറ്റ് മീൻസ് വോളിയവുമായിട്ട് പ്രഷറുമായിട്ട് എങ്ങനെയായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അസ് റിസൾട്ട് നമുക്ക് കിട്ടി ആൽഫ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ആർക്ക് പ്രൊപ്പോർഷണലാണ്? പ്രഷറിന് പ്രൊപ്പോർഷണലാണ്. ക്ലിയർ ആയല്ലോ? ഒന്നും കൂടെ ഒന്ന് നോക്കിക്കോ. ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ 0 ആയിരുന്നു. ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ 0 ആയപ്പോൾ ആൽഫ ആൽഫ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്. ആൽഫ പ്രൊപ്പോർഷണൽ ടു വി റേസ് ടു 0 വോളിയത്തിന് ഇൻഡിപെൻഡൻ്റ് ആണ്. വോളിയം വി റേസ് ടു 0 എന്ന് പറയുമ്പോൾ എനി ക്വാണ്ടിറ്റി റേസ് ടു 0 1 ആണ്. സോ ആൽഫ ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് വോളിയം. അതുപോലെ തന്നെ പ്രഷർ ആൽഫ ഈസ് ഈക്വൽ ടു 1/√4 ആണ് വന്നേക്കുന്നത്. അവിടെയും ആൽഫ ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് പ്രഷർ റേസ് ടു 0. അത് ഡെൽറ്റ എന്നിൻ്റെ കേസിലാണ്. വോളിയം കൂട്ടിയാലും പ്രഷർ ഡെൽറ്റ എൻ 0 ആണെങ്കിൽ വോളിയം കൂട്ടിയാലും പ്രഷർ കൂട്ടിയാലും അവിടെ ചേഞ്ച് ഒന്നുമേ ഇല്ല. അടുത്ത പറഞ്ഞ എന്താ? ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ 0യേക്കാൾ കൂടിയാൽ വോളിയത്തിൻ്റെ റൂട്ടിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. വോളിയവും പ്രഷറും തമ്മിലുള്ള റിലേഷൻ എന്താ? ഇൻവേഴ്സ്ലിയാണ്. അപ്പം വോളിയത്തിൻ്റെ റൂട്ടിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ പ്രഷറിൻ്റെ റൂട്ടിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കത്തില്ലേ? വോളിയവും പ്രഷറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ വോളിയത്തിന് പ്രൊപ്പോർഷണലാണ് ആൽഫ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് പ്രഷർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ എഴുതാം ആൽഫ പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് 1/p എന്ന് എഴുതാം. കാരണം ഇവിടെ വോളിയത്തിൻ്റെ റൂട്ടിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അങ്ങനെയാണെങ്കിൽ പ്രഷറിൻ്റെ റൂട്ടിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അത് തന്നെയല്ലേ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്? ആൽഫ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ എന്ന് പറയുന്നത് പ്രഷറിൻ്റെ റൂട്ടിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അടുത്ത നോക്കിയേ, ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ 0യേക്കാൾ കുറഞ്ഞാൽ 1/vക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, അല്ലെങ്കിൽ ആൽഫ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ എന്ന് പറയുന്നത് വോളിയത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ദാറ്റ് മീൻസ് പ്രഷറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. പഠിച്ച് വെച്ചോണം. ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ 0യേക്കാൾ കൂടിയാലോ 0യേക്കാൾ കുറഞ്ഞാലോ 0 ആണെങ്കിലോ എന്താണ്? 0 ആണെങ്കിൽ ദർ ഈസ് നോ ചേഞ്ച് ഇൻ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ വെൻ പ്രഷർ ഇൻക്രീസ്ഡ് ഓർ വോളിയം ഡിക്രീസ്ഡ്. ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ 0യേക്കാൾ കൂടിയാൽ, നമ്മളൊന്നും കൂടെ ഒന്ന് തറവാക്കിക്കോ, ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ 0യേക്കാൾ കൂടിയാൽ വോളിയത്തിൻ്റെ റൂട്ടിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്, പ്രഷറിൻ്റെ റൂട്ടിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അടുത്ത ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ 0യേക്കാൾ കുറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. അടുത്ത നോക്കിയേ, ലോ ഓഫ് മാസ് ആക്ഷൻ ആർ സപ്ലൈഡ് ടു ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയം. ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയത്തിന് ലോ ഓഫ് മാസ് ആക്ഷൻ ആപ്ലിക്കബിൾ ആണെന്നാണ് പറയുന്നത്. അത് നോക്കിക്കോ, കാൽസ്യം കാർബണേറ്റ് സോളിഡിനെ ചൂടാക്കുകയാണ്. കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. നമുക്കറിയാം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc അല്ലെങ്കിൽ Kp എന്ന് പറയുന്നത്
പ്രോഡക്റ്റ് ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ റിയാക്റ്റൻ്റ് ആണ്. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്യുവർ സോളിഡിൻ്റെ കേസിലോ പ്യുവർ ലിക്വിഡിൻ്റെ കേസിലോ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് യൂണിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ KP എഴുതാം, കോൺസെൻട്രേഷൻ ഓഫ് CO2 കോൺസെൻട്രേഷൻ ഓഫ് CO2 ആണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KP എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് CO2 ആണ്. ക്ലിയർ ആയല്ലോ? നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് ചെയ്യാം. 2 samples of hydrogen iodide, each of 5 grams, were taken separately into 2 vessels of volume 5 and 10 liters respectively at 25 degrees Celsius. The extent of dissociation of hydrogen iodide will be, അതായത് ഹൈഡ്രജൻ അയഡൈഡ് സാമ്പിള് 5 ഗ്രാം വെച്ച് 2 കണ്ടെയ്നറിനകത്ത് എടുത്തേക്കുക. അപ്പോൾ ഇവിടെയും ഹൈഡ്രജൻ അയഡൈഡ് 5 ഗ്രാം ഉണ്ട്, ഇവിടെയും ഹൈഡ്രജൻ അയഡൈഡ് 5 ഗ്രാം ഉണ്ട്. ഇവിടെ ഹൈഡ്രജൻ അയഡൈഡ് ഇരിക്കുന്ന കണ്ടെയ്നറിൻ്റെ വോളിയം എന്ന് പറയുന്നത് 5 ലിറ്ററും ഇവിടെ ഹൈഡ്രജൻ അയഡൈഡ് ഇരിക്കുന്ന കണ്ടെയ്നറിൻ്റെ വോളിയം എന്ന് പറയുന്നത് 10 ലിറ്ററുമാണ്. The extent of dissociation of hydrogen iodide will be, ഹൈഡ്രജൻ അയഡൈഡിൻ്റെ എക്സ്റ്റെൻറ്റ് ഓഫ് ഡിസോസിയേഷൻ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എത്രയാണെന്നാ നോക്കിയേ. ഹൈഡ്രജൻ അയഡൈഡിൻ്റെ ഡീകോമ്പോസിഷനാണ് H2+ I2 ആയിട്ട് മാറും. ഇതല്ലേ റിയാക്ഷൻ? നമ്മൾ പറഞ്ഞു രണ്ടെണ്ണം ഇരിക്കുന്ന കണ്ടെയ്നറിൻ്റെ വോളിയം ഡിഫറൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് എത്രയാണ്? നമ്മൾ ആദ്യം നോക്കേണ്ടത് ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻ്റ് 2 ആണ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റും 2 ആണ്. ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ എന്താ? 0 ആണ്. ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ പ്രഷറിനെയോ വോളിയത്തെയോ അഫക്റ്റ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ഇവിടെ 5 ലിറ്ററും ഇവിടെ 10 ലിറ്ററും ആണെങ്കിലും വോളിയം ചേഞ്ച് ചെയ്തെന്നും പറഞ്ഞ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷന് മാറ്റം ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. ഇനി എത്ര വോളിയത്തിലായാലും നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻറ്റും നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റും സെയിം ആണെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷന് മാറ്റമില്ല. ദാറ്റ് മീൻസ് രണ്ടിടത്തും ഒരുപോലെ ആയിരിക്കും HI മോളിക്കൂൾ എന്ത് ചെയ്യുന്നത്? ഡിസോസിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് ആൻസർ? മോർ ഇൻ 5 ലിറ്റർ വെസൽ, 5 ലിറ്റർ വെസലിൽ കൂടുതലായിരിക്കും. മോർ ഇൻ 10 ലിറ്റർ വെസൽ, 10 ലിറ്റർ വെസലിൽ കൂടുതലായിരിക്കും. ഈക്വൽ ഇൻ ബോത്ത് വെസൽ, അതല്ലേ നമ്മൾ പഠിച്ച രണ്ടിടത്തും ഒരുപോലെ ആയിരിക്കും. വോളിയം ചേഞ്ച് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ഡിഗ്രി ഓഫ് ഡിസോസിയേഷന് മാറ്റമില്ല. ഇൻ ദ കേസ് ഓഫ് ഡെൽറ്റ n is equal to 0. ഓക്കെ, അടുത്ത നോക്കിയേ. വാട്ട് വിൽ ബി ദ എമൗണ്ട് ഓഫ് ഡിസോസിയേഷൻ if the volume is increased 16 times of initial volume in the reaction? PCl5 reversibly gives PCl3 plus Cl2. ഒരു റിയാക്ഷൻ തന്നിരിക്കുകയാണ്. PCl5 എന്തായിട്ട് മാറി? PCl3യും Cl2യുമായിട്ട് മാറിയിരിക്കുകയാണ്. വാട്ട് വിൽ ബി ദ എമൗണ്ട് ഓഫ് ഡിസോസിയേഷൻ, ദാറ്റ് ഈസ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫയുടെ കാര്യമാണ് ചോദിച്ചേക്കുന്നത്. ഇഫ് ദ വോളിയം ഈസ് ഇൻക്രീസ്ഡ് 16 ടൈംസ്, വോളിയം 16 ടൈംസ് ഇൻക്രീസ് ചെയ്താൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ത് സംഭവിക്കും? ഇവിടെയും നമ്മൾ നോക്കേണ്ടത്, ക്വസ്റ്റ്യനൊക്കെ വലിയ രീതിയിൽ തരും, നമ്മൾ നോക്കണം ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ. ഇതാ നോക്കിയേ, ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്. ഡെൽറ്റ n ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് 2 മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻറ്റ് 1. 2 - 1 എത്രയാ? 1 ആണ്. ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ 0യേക്കാൾ കൂടുതലാണ്. ഒന്ന് നോക്കിക്കേ, നമ്മൾ പഠിച്ചതാ. ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ 0യേക്കാൾ കൂടിയാൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ സ്ക്വയർ റൂട്ട് ഓഫ് ദ വോളിയത്തിന് പ്രൊപ്പോർഷണൽ ആണ്, അല്ലേ? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ സ്ക്വയർ റൂട്ട് ഓഫ് ദ വോളിയത്തിന് പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ വോളിയം ഈസ് ഇൻക്രീസ്ഡ്, അപ്പം നോക്കി ആൽഫ പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ദ വോളിയം. വോളിയത്തിൻ്റെ സ്ക്വയർ റൂട്ടാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഇപ്പോൾ വോളിയം എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? 16 ആണ്. അങ്ങനെയാണെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ പ്രൊപ്പോർഷണൽ ടു റൂട്ട് 16. റൂട്ട് 16 എന്ന് പറയുന്നത് എത്രയാ? 4 ആണ്. സോ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത് 4 ടൈംസ് ആണ്. ഉണ്ടോ? 4 ടൈംസ്, 1/4 ടൈംസ്, 2 ടൈംസ്, 1/5 ടൈംസ്. എത്രയാ? 4 ടൈംസാണ്. ഇതിന് വേണ്ടി, അതായത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഒന്നുമേ മനസ്സിലാവത്തില്ല. നിങ്ങൾ നോക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ പ്രഷറിനോ ടെമ്പറേച്ചറിനോ യാതൊരു ചേഞ്ചും ഡിഗ്രി ഓഫ് ഡിസോസിയേഷനിൽ വരുത്താൻ പറ്റത്തില്ല. ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ 0യേക്കാൾ കൂടുതലാണെങ്കിൽ വോളിയത്തിൻ്റെ റൂട്ടിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്, പ്രഷറിൻ്റെ റൂട്ടിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്.
ഇപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ 0യേക്കാൾ കൂടുതലാണ്. വോളിയത്തിൻ്റെ റൂട്ടിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. വോളിയത്തിൻ്റെ റൂട്ട് എന്ന് പറയുമ്പോൾ റൂട്ട് 16 ആണ്. റൂട്ട് 16 എന്ന് പറയുമ്പോൾ എത്ര വരും? 4 വരും. സോ അവർ ആൻസർ എന്ന് പറയുന്നത് 4 ടൈംസ് ആണ്. ഓക്കെ, അടുത്തത് അസേർഷൻ ആണ്. ഫോർ ദ റിയാക്ഷൻ N2 + O2 gives 2NO. ഇൻക്രീസ് ഇൻ പ്രഷർ അറ്റ് ഇക്വിലിബ്രിയം ഹാസ് നോ എഫക്റ്റ് ഓൺ ദ റിയാക്ഷൻ. ശരിയാണോ? പ്രഷർ കൂട്ടിയാൽ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. നമ്മൾ ഈ ഇക്വേഷൻ മാത്രം നോക്കിയാൽ മതി. ഇവിടെ 1 മോള്, ഇവിടെ 1 മോള്. നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻസ് 2 ആണ്. ഇവിടെ 2 മോള്. നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റും 2 ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻറ്റ് 0 ആണ്. ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ പ്രൊപ്പോർഷണൽ ടു p⁻0. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ പ്രൊപ്പോർഷണൽ ടു v⁻0. ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ആണ്. Pressure at equilibrium has no effect on the ആണ്. അടുത്ത് നോക്കിയേ, the reaction is not accompanied by any change in number of moles of gaseous. ഒന്നുമില്ല. നോട്ട് അക്കമ്പനീഡ് ബൈ എനി ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ്. അപ്പോൾ ഇത് കറക്റ്റ് അല്ലേ? അവിടെ നമ്പർ ഓഫ് മോൾസിന് ചേഞ്ച് ഇല്ല. കറക്റ്റ് ആണ്. റീസൺ അസേർഷന് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ് അല്ലേ? അപ്പോൾ ഇക്വിലിബ്രിയം ലോ ഓഫ് മാസ് ആക്ഷൻ്റെ ആപ്ലിക്കേഷനുമായിട്ടും ഈ ഒരു ടോപ്പിക്കാണ്. അതുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.